നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അല്ലാതെ മറ്റാരെന്ന മുദ്രാവാക്യം തിരിച്ചടിയായെന്ന് സമ്മതിച്ച് CPM നേതാവും മുൻ മന്ത്രിയുമായ P. രാജീവ്. മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ലെന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടപടി നേരത്തെ എടുക്കേണ്ടതായിരുന്നു. സംഘടനാ സാങ്കേതികത്വം നോക്കാൻ പാടില്ലായിരുന്നുവെന്നും P. രാജീവ് പറഞ്ഞു. മലപ്പുറത്ത് EMSന്റെ ലോകം എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു രാജീവ്. ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് ഇന്നിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഇന്നിനെ മനസ്സിലാക്കണം, ഇന്നിന് പറ്റുന്ന രൂപങ്ങൾ ആവിഷ്കരിക്കണം, ഇന്നിന് പറ്റുന്ന പാർട്ടിയായി മാറണം. എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് അത് നേരത്തെ തന്നെ വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുമെങ്കിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ശബരിമലയുടെ പ്രശ്നം അതിൽ നമ്മൾ നടപടിയെടുക്കുമ്പോൾ വീഴ്ച ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാന 5 വർഷത്തിൽ കേരളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നല്ല പരാജയം വന്നിട്ടും പാർട്ടി എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ളത് തെറ്റാണ്. പരിശോധിച്ചു, മറികടക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പക്ഷേ ഈ വികസനവും അതിന്റെ ഭാഗമായി മിക്കവാറും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊരു ചിന്ത ഞങ്ങൾക്കും നേതൃത്വത്തിനും ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയൊരു തിരിച്ചടി, അതുമായി ബന്ധപ്പെട്ട അവലോകന യോഗങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കഴിയുന്ന സാഹചര്യത്തിൽ LDF അല്ലാതെ മറ്റാരെന്ന മുദ്രാവാക്യം തിരിച്ചടിയായെന്ന് തുറന്നു സമ്മതിക്കുകയാണ് CPM നേതാവായ മുൻ മന്ത്രിയുമായ P. രാജീവ്. മുദ്രാവാക്യം വേണ്ടത്ര ശരിയായിട്ടില്ല എന്നൊരു വിലയിരുത്തലിലേക്കാണ് പാർട്ടി എത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാനുണ്ടായ കാലതാമസം അടക്കം ഈയൊരു CPM-നേറ്റ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കേറ്റ കനത്ത തോൽവിക്ക് കാരണമായി എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്.